ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരത്തിലേക്ക് പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT ഓഫീസിൽ നിർണായകമായ ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. SP-മാരായ ശശിധരൻ, ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. 2019-നും 2025-നും ഇടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വിദേശ യാത്രകളും പരിശോധിക്കുന്നുണ്ട്. R അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. അനന്തൻ, ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള 3 പേരെയും ചോദ്യം ചെയ്യുകയാണ്. നിർണായകമായ ചോദ്യം ചെയ്യൽ, അന്വേഷണവും അതേപോലെ നിർണായക ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. എന്താണ് മനസ്സിലാക്കുന്നത്? പൂജ, തിരുവനന്തപുരം ഈഞ്ചക്കലിലെ SITയുടെ ഓഫീസിലാണ് നിർണായക ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ ഈ 3 പേരും ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളാണ്. ഈ 3 പേരെയും രാവിലെ SP ശശിധരന്റെയും SP ബിജോയുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ ചോദ്യം ചെയ്യലിന് ശേഷം 2 SP-മാരും ADGP H വെങ്കടേഷുമായി കൂടിക്കാഴ്ച ആശയവിനിമയം നടത്തി എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ SIT ഓഫീസിൽ ഈ 3 പ്രതികളെയും ചോദ്യം ചെയ്യുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലേക്കുള്ള അന്വേഷണമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അന്വേഷണ പരിധിയിലാണ്. അതിനൊപ്പം തന്നെ കമ്മീഷണർ ആയിരുന്ന വാസുവും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന വാസുവും അന്വേഷണ പരിധിയിലാണ്. അപ്പോൾ അവരിലേക്കുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിദേശ യാത്ര നടത്തിയതായി SITക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ പാസ്പോർട്ട് അടക്കം SIT കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 2019-നും 2025-നും ഇടയിൽ യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയായിരുന്നു, അതിന്റെ പശ്ചാത്തലമൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അപ്പോൾ നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ദേവസ്വം ബോർഡിലേക്കുള്ള അന്വേഷണത്തിന്റെ. അങ്ങനെ നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിദേശയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. R അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.